ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്ത് ചെയ്യാന്നറിയാതെ നമ്മൾ മൂന്നേരോടെ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടോ. 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ ഇന്ന് പോയത്. അവിടുന്ന് പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ നമ്മൾ നിന്നില്ല, നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടോ വന്നേ. നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും സതീഷേട്ടനെ പോർക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് രാവിലെ വെള്ളയപ്പവും പോർക്ക് കറിയും തിന്നാന്ന് കേട്ടോ കരുതിയിരുന്നത്. പക്ഷെ സതീഷേട്ടൻ വരെ ലേറ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് വയറ് വിശന്നതുകൊണ്ട് ഞാൻ 2 വെള്ളയപ്പവും കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് കൂട്ടി കഴിച്ചേ. അങ്ങനെ പോർക്ക് എത്തിയപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി കറിയാക്കാൻ നിൽക്കുകയാണ്. ഞാൻ ലീവിന് നാട്ടിൽ വന്ന സമയത്ത് അമ്മ എനിക്ക് ഗുലാബ് ജാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി വെച്ചതിൽ ഇതാ ഇനി ഈ ഒരു ബോട്ടിലൂടെ ഉള്ള കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു തീർത്തേ. അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് മധുരമൊക്കെ നമുക്ക് തന്നെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. ഞാൻ ഗുലാബ് ജാം എടുക്കുന്നത് കണ്ടോണ്ടാ സതീഷായിട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നേ കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പറഞ്ഞ അടുത്തൊക്കെ കഴിച്ചിട്ട് നമ്മളെ പോർക്ക് കറി അടുപ്പിരിക്കുക, അതൊന്ന് പോയി നോക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഇത് ഞാനും ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഞാനല്ല കേട്ടോ, അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചൂട് വെള്ളയപ്പോ നല്ല ചൂട് പോർക്ക് കറി ആയിട്ട് നമ്മളൊരു പിടി അങ്ങ് പിടിച്ചേ. നേരത്തെ എനിക്ക് വിശപ്പായി പോയിട്ടാ ഞാൻ ഇന്നലത്തെ കറിയും കൂട്ടി കഴിച്ചേ. പക്ഷെ പോർക്ക് കറി റെഡി ആയിരിക്കുമ്പോൾ നമ്മൾ കഴിക്കാതെ പോയ മോശമല്ലേ, നേരിട്ട് കഴിച്ചേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വൈനും പിന്നെ ഓരോ പീസ് കേക്കും ഇതും കഴിച്ചേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും ആണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ചായയും പിന്നെ നേരത്തെ നമ്മൾ വൈനിന്റെ കൂടെ കഴിച്ചതിന്റെ ബാക്കി കേക്കും ഉണ്ടായിരുന്നു, അതും എടുത്ത് കഴിച്ചേട്ടോ. സമയം പോയത് അറിഞ്ഞതേ ഇല്ല, വേഗം അങ്ങ് സന്ധ്യ ആയിട്ടോ. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ബൈ ഡിയേഴ്സ്.